തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങളും ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. സീറ്റ് വിഭജനം സംബന്ധിച്ച് സുപ്രധാനമായ ചർച്ചകൾ നടക്കും. 110 സീറ്റുകൾ ലക്ഷ്യമിട്ട് വൻ പ്രചാരണ പരിപാടികൾക്കാണ് LDF തയ്യാറെടുക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഒരുപക്ഷെ ഇന്നത്തെ സെക്രട്ടറിയോടുകൂടി LDFന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ അലകും പിടിയും മാറും, അതിന്റെ ഗിയർ തന്നെ മാറുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേട്ടു. AK ബാലന്റെ പ്രതികരണം വന്നു, ജമാഅത്തെ ഇസ്ലാമി പരാമർശം, വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടുള്ള മറ്റു ചില പ്രതികരണങ്ങൾ. എല്ലാ പ്രതികരണങ്ങൾക്കും അപ്പുറം തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ശബ്ദമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉയരുമെന്നറിയുന്നു. ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് ശേഷം ജമാഅത്തെ വിഷയത്തിലുള്ള ഭിന്നത എന്ന മട്ടിൽ പുറത്തു വന്നിരിക്കുന്ന ചില വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിലെ രാജീവ് കണ്ഠരയുടെ അറസ്റ്റിനെ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കേണ്ടത്? കാരണം അത് പാർട്ടിക്ക് അല്പം ആശ്വാസമാണ് സംഘടനാപരമായി. സഖാക്കളാണ് പോറ്റി കയറ്റിയത് എന്ന പാരടിപ്പാട്ട് ഇനി ജനങ്ങൾ വിശ്വസിക്കില്ല എന്നതാണ് CPM കേന്ദ്രങ്ങൾ കരുതുന്നത്. ഇതടക്കം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയും വളരെ ക്രൂഷ്യലായ, വളരെ നിർണായകമായ CPM സെക്രട്ടേറിയറ്റ് അല്ലേ ഇന്നത്തേത്? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമാണ്. കാരണം നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ, വിവാദങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പരിശോധിക്കും. കാരണം സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയമാണ്. തിരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കങ്ങൾ എതുവരെ എത്തിയെന്ന് വിലയിരുത്തേണ്ട സാഹചര്യവുമുണ്ട്. അതിനൊപ്പം ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കുറച്ചു കാലമായി LDFനെ പ്രതിരോധത്തിലാക്കാൻ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്ന് സ്വർണ്ണക്കൊള്ളയായിരുന്നു. ആ സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ തട്ടിപ്പിനൊക്കെ നേതൃത്വം നൽകിയത് രാഷ്ട്രീയ നേതൃത്വമല്ല എന്ന ചില സൂചനകൾ നൽകുന്ന രീതിയിലുള്ള ഒരു അറസ്റ്റ് വന്നിരിക്കുന്നു. അത് രാജീവ് കണ്ഠർ തന്ത്രിയുടെ അറസ്റ്റാണ്. തന്ത്രിയുടെ അറസ്റ്റ് വന്നതോടെ നിലവിൽ പുതിയൊരു സാഹചര്യം വന്നിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തും. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണം, ഇനിയും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുമുണ്ട്, അതൊക്കെ വിലയിരുത്തും. അതിനൊപ്പം തന്നെയാണ് AK ബാലൻ നടത്തിയ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന, അത് പരിശോധിക്കും. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന, നിലവിൽ ആ പ്രസ്താവനകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് കൃത്യമായി വിലയിരുത്തും. അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ, ഇനിയും ആ വിഷയം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം അത് ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ട്. കാരണം വർഗീയതയ്ക്കെതിരെ ഒറ്റ നിലപാടാണ് LDFന് എന്നാണ് അതുവഴി സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നതും. മറ്റൊന്ന് സീറ്റ് വിഭജനമാണ്. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ചർച്ചകൾ കടക്കണം. ജില്ലാ യോഗങ്ങളുണ്ട്. ആ ജില്ലാ നേതൃയോഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം വിളിച്ചു ചേർക്കുമ്പോൾ അവിടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാം കുറച്ച് നേരത്തെയാക്കുക. SIRമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, അതിൻ്റെ വോട്ട് ചേർക്കലടക്കം അതിൻ്റെ പുരോഗതി വിലയിരുത്തേണ്ടതുണ്ട്. ഗൃഹസന്ദർശനത്തിലേക്ക് CPM പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, നേരത്തെ എടുത്ത തീരുമാനങ്ങൾ, ഒപ്പം സർക്കാർ നേരത്തെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിയ ഒരു നിർദ്ദേശമുണ്ട്, 110 സീറ്റ് എന്ന ആ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകൾ നടക്കുന്ന ഇന്നത്തെ സെക്രട്ടറി യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനിർണായകമാണ് അരുൺകുമാർ. ഓക്കെ റോഷി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിർണായകമായ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണും. സെക്രട്ടേറിയറ്റിന് ശേഷം പ്രേക്ഷകർ കാത്തിരിക്കുക. കൂടുതൽ വിവരങ്ങൾ റോഷിപാലും റാഹി സുഷീദും തിരുവനന്തപുരത്ത് നിന്ന് നൽകും.